ഇത് സർപ്പ എന്ന് പറഞ്ഞ സംഘടനയിലെ അനുശ്രീയാണ്. അവർ ഈ സ്നേക്ക് റെസ്ക്യൂവറാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് സ്നേക്ക് റെസ്ക്യൂ ചെയ്തിട്ട് വനശ്രീ മാത്തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീടിനടുത്ത് ഒരു വീട്ടിൽ വിറകെല്ലാം കൂട്ടി വെച്ച സ്ഥലത്ത് അണലിനെ കണ്ടപ്പം ആണ് ഈ അനുശ്രീയെ വിളിച്ചത്. അണലിയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കൂടെയുള്ളൊരു സുഹൃത്ത് ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്ത് അനുശ്രീയെ ബന്ധപ്പെട്ടത്. ഇത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ്, 2ാം വാർഡിലെ സ്ഥാനാർത്ഥി. അകമഴിഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഇത് ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ആളുകളൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന ആളെന്ന നിലയിലും അനുശ്രീയുടെ എഫേർട്ട് ഭയങ്കരമാണ്. കാരണം ഈ കൂട്ടിയിട്ട വിറക് മുഴുവൻ അനുശ്രീ ഒറ്റയ്ക്കാണ് ഈ കമ്പ് ഉപയോഗിച്ചിട്ട്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്തെങ്കിൽ കൂടി കണ്ടോ അവർ തൊടുന്നതിനനുസരിച്ച് ഈ അണലി ഉള്ളോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സഞ്ചി എൻ്റെ കയ്യിൽ തന്നിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിറക് പൂർണ്ണമായിട്ട് അവർ മാറ്റേണ്ടി വന്നു അണലിയെ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല എഫേർട്ടാണ് എടുക്കുന്നത്. ഒരു നല്ല മെസ്സേജാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്. കാരണം ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ ചെയ്യുന്ന ഈ ഒരു എഫേർട്ട് ഭയങ്കര ഹേർട്സ് ഓഫ് ആണ്. ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അനുശ്രീയെ വിളിക്കാവുന്നതാണ്. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അവർ കണ്ടോ കൈ കൊണ്ടാണ് അവർ എടുക്കുന്നത്. വാൽഭാഗമാണ് അവർ പിടിക്കുന്നത്. ഒരിക്കലും തലഭാഗം പിടിക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. കാരണം അതിൻ്റെ എല്ലുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം എടുക്കാൻ കഴിയാതെ അവ ചത്തുപോകും. അപ്പോൾ ഇത് റെസ്ക്യൂ ചെയ്തിട്ട് അവരൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു മാളത്തിലേക്ക് ആ അണലിയെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അണലി ഭയങ്കര ഒരു 180 ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആ സ്റ്റിക്ക് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവരെന്തായാലും കൈകൊണ്ട് പിടിച്ച ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ല ധൈര്യം തന്നെ വേണം. അപ്പം ഇതൊന്നും കയറുന്നില്ല എന്ന് കണ്ടപ്പം അവർ എൻ്റെ കയ്യിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സഞ്ചി പോലുള്ള, അത് വാങ്ങിയിട്ട് അതിലേക്കാക്കി. ഈ സഞ്ചി എന്ന് പറഞ്ഞാൽ ക്ലോത്താണ്, ബ്രീത്തബിളാണ്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, സേഫാണ്. അപ്പോൾ അവർ സഞ്ചിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. സഞ്ചിയിലാക്കി നല്ലോണം റെസ്ക്യൂ ചെയ്തിട്ട് അതിനെ കെട്ടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അവർ വനശ്രീയിലെ ഏൽപ്പിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് പാനിക്കായിട്ടുണ്ടായിരുന്നു. അവിടെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് 3 എണ്ണം വരെ കാണാമെന്ന. കാരണം മേറ്റിംഗ് ടൈം ആയതുകൊണ്ട് ഒരു പെണ്ണും 2 ആണും അണലി കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം. പേടിച്ച് എല്ലാവരും അടുത്തേക്ക് വരുന്നുണ്ട്. കാരണം പാമ്പിനെ ബോക്സിലാക്കിയല്ലോ. നമ്മൾ ജസ്റ്റ് ബോക്സ് അവർക്ക് കൊടുത്തു സേഫായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അനുശ്രീയെ വിളിക്കാൻ മറക്കണ്ട കേട്ടോ.